ഹായ്, ഞാൻ സജിൻ കൊച്ചാപ്പി. AG ഫിലിംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന വ്യക്തി നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അപ്പോൾ ഞാൻ ആ വ്യക്തി ആരാണെന്നുള്ളത് ഇപ്പം തൽക്കാലം ഞാനിവിടെ പറയുന്നില്ല. പകരം ഒരു അമ്മയാണ്. ആ അമ്മ അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു ചെറിയ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നമുക്കത് ഇൻ്റർവ്യൂയിലേക്ക് തുടങ്ങാം. ആ ഡയലോഗ് ഇതാണ്: അപ്പം എൻ്റെ മകന് കിട്ടിയത് അടിയൊന്നുമല്ലേന്ന്. അപ്പം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും ആ വ്യക്തി ആരാണെന്ന്. ഇനി നമുക്ക് ആ വ്യക്തിയിലേക്ക് പോവാം. അഗസ്ത്യ ഫിലിം പ്രൊഡക്ഷനിലെ എല്ലാ കൂട്ടുകാർക്കും, പിന്നെ എന്നെ ഞാനാക്കിയ, എന്നെ ഇവിടം വരെ എത്തിച്ച സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എൻ്റെ മകന് കിട്ടിയ അടിയൊന്നുമല്ലല്ലോ. അപ്പൊ ആ ഡയലോഗ് അമ്മ പറഞ്ഞു, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ എൻ്റെ മോനെ കിട്ടിയത് അടിയൊന്നുമല്ലേ? നീ മിണ്ടാരി ഇറക്കാം അവിടെ. പിന്നെ ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ കിടക്കാനും. നീ കേൾക്കണം കേട്ടോ. യോ, അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനെ എങ്ങനെ എടുത്തിട്ട് ചവിട്ടാവും? ഇവിടുന്ന് ചവിട്ടുകൊണ്ട് എൻ്റെ ചെറുക്കം തെരച്ചു വീണത് അങ്ങ് ഗീതയുടെ പറമ്പില. അവിടെ നിന്ന് പറക്കി എടുത്തോണ്ട് വന്നത്. ഈ ചെറുക്കം കിഴങ്ങനായി പോയണ്ടല്ലേ അവളെടുത്തിട്ട് തട്ടുന്നത്. വേറെ വല്ലയിടമാണ് ഇതൊക്കെ നടക്കുവോ? ഈ ഒരു ഡയലോഗ് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ ഒരു ഡയലോഗിലാണ്. ഞാൻ മാത്രമായിരിക്കും, എല്ലാം കേൾക്കത്തില്ല. അതിനു മുമ്പേ അങ്ങ് ചിരിയാ. അതെ, ശരിയാണ്. ഞാൻ ആദ്യമായിട്ട് അമ്മയുടെ സിനിമ നമുക്ക് ഇങ്ങനെ ഒരു അഭിനേത്രി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു സിനിമ അതാണ്. അതിനു മുമ്പ് സിനിമ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല, കുഞ്ഞു വേഷങ്ങളായിരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ അമ്മ കലാരംഗത്തേക്ക് കടന്നു വന്ന വഴികളെ കുറിച്ചും എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നുള്ള നമുക്ക് അതേക്കുറിച്ച് അതേക്കുറിച്ചൊന്നും നമുക്ക് സംസാരിക്കാം. എന്റെ 3 വയസ്സിലെ നാട്ടിലെ ഒരു തിരുവാതിര സെറ്റ് കുട്ടിയമ്മ, ഇപ്പൊ ഗ്ലോബൽ മീഡിയ പ്രസാദ് സാറിന്റെ അപ്പച്ചി. അപ്പൊ അവര് അരങ്ങേറ്റത്തിന്റെ അന്ന് തറയിലാണല്ലോ അരങ്ങേറ്റം നടത്തുന്നത്. അപ്പൊ ഒരു ഉണ്ണിക്കണ്ണനെ വേണം ഭൂതനെ കൊല്ലാൻ. 3 വയസ്സുള്ള കുഞ്ഞു ഉണ്ണിക്കണ്ണനെ വേണം. അവിടെ എല്ലാം തിരക്ക് നടന്ന് അവര് ഇതിന്റെ കാര്യം ഓർത്തില്ല. അപ്പോഴാ പറഞ്ഞത്, നമ്മൾ എവിടെ എല്ലാം തിരക്ക് നടന്നു. നാരായണിയമ്മയുടെ ഇളയ മോള് കനകമ്മ, അവള് കൊള്ളാം, അവളെ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞു വന്ന് അമ്മ വിളിച്ചോണ്ട് പോയപ്പോൾ അമ്മയും കൂടെ വന്നു. ഭൂതനെ കൊല്ലുന്ന വിധമൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്നോട്, ഇങ്ങനെ തലയാട്ടിയെന്ന് ചെയ്യാമെന്ന്. ചെയ്തു. ഭൂതനെ ചത്ത് വീണിട്ട് എല്ലാരും വന്ന് പിടിക്കുക, എഴുന്നേറ്റ് പോര് ചത്തെന്ന്. ചത്തില്ല, കൊല്ലട്ടെ, മാറ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അന്നേ ആ കലാകാരിയെ മനസ്സിലാക്കി. എൻ്റെ നാട്ടുകാരിട്ട പേരാണ് ഇത്. കനകമ്മയല്ല, നമ്മുടെ നാടിൻ്റെ കനകം, കുടശനാട് കനകം എന്ന് പറഞ്ഞ് കൈയടിച്ച് എല്ലാവരോടും എനിക്ക് തന്ന പേരാണ് കുടശനാട് കനകം. ഇന്നും നിലനിൽക്കുന്ന എൻ്റെ കലാഫീൽഡ് ഇവിടെ വരെ നിലനിൽക്കുന്നതിൻ്റെ നാട്ടുകാരുടെ തുടക്കം സപ്പോർട്ടാണത്. അപ്പം കുഞ്ഞ് കനകമ്മയിലെ ഒരു കലാകാരി ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ സ്വന്തം അമ്മയാണ്, പിന്നെ അച്ഛൻ. അപ്പം അതിൽ നിന്നാണ് അതായിരുന്നു നമ്മുടെ ഒരു തുടക്കം. പിന്നെ 8ാം സ്റ്റാൻഡേർഡൊക്കെ ആയപ്പം സ്കൂൾ നാടകങ്ങളിലും 3 വയസ്സ് മുതലേ നൃത്തച്ചുവ ഉണ്ട്. കാരണം ജീവിതനൗക സിനിമയൊക്കെ കാണാൻ പോയിട്ട് വന്ന് അമ്മയുടെ കയ്യിൽ എടുത്തെടുത്ത് ഒരു തോർത്തും ഒക്കെ ഇട്ടിട്ടുണ്ട്. ആനത്തലയോളം വെണ്ണ തരാമട ഇതങ്ങ് കളിക്കുക. അപ്പൊ അത് ഉള്ളിൽ കലയുണ്ടെന്നറിഞ്ഞ് ഈ പഠിപ്പിച്ച് തിരുവാതിര സെറ്റ് എന്നെ എടുത്തോണ്ട് പോയി പുള്ളിക്കാരിയുടെ അടുത്തോട്ട് കൊണ്ടങ്ങ് ഏൽപ്പിച്ചു. പിന്നെ ആശാട്ടിയുടെ അസിസ്റ്റന്റാ, താളമെല്ലാം എൻ്റെ കയ്യിലാണ്. അങ്ങനെ അവിടെ തിരുവാതിര പഠിച്ചു. കളരിയിലെ നല്ല തിരുവാതിര ആശാട്ടിയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞു പരുവത്തിലെ മുതലേ ആ കലയ്ക്കകത്ത് വളർന്നു. പിന്നെ എൻ്റെ അച്ഛൻ മൃദംഗം വായിക്കും, പാട്ട് പാടും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. SSLC പാസ്സായപ്പം ഷോർട്ട് ഹാൻഡും ടൈപ്പിനും അമ്മ 35 രൂപ തന്നു. നാളെ കുറച്ച് ഡാൻസ് ക്ലാസ് തുടങ്ങുക, അത് ദക്ഷിണ കൊടുത്തേച്ച് അവിടെ പോയി മോള് ചേരാൻ. അപ്പോൾ എൻ്റെ അച്ഛനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അമ്മയ്ക്ക് ഇഷ്ടമാ, എങ്കിലും ആസ്വദിക്കത്തേ ഉള്ളൂ. അച്ഛൻ കലാകാരനായതുകൊണ്ട്. നാടകത്തിലേക്കുള്ള ഒരു തുടക്കം ഒരു 8ാം സ്റ്റാൻഡേർഡിൽ വെച്ച് ഡാൻസ് ഒക്കെ. 13, 14 ആള് സൈസുണ്ട്. സാരിയൊക്കെ കൊടുത്ത സൈസുണ്ട്. അന്നത്തെ വലിയ പിള്ളേരല്ലോ. ഇപ്പം ഡിഗ്രി +2 ഒക്കെ കഴിഞ്ഞാലും കൊച്ചു കുട്ടികളാണ്. ഒക്കെ നല്ല വളർച്ചയുള്ള. എന്താ സംഭവം? ചട്ടിച്ചോറും വഴുങ്ങനിയൊക്കെ അന്ന് നല്ല അടിച്ച് പൊളിച്ച് കഴിച്ചിരിക്കുന്നതുകൊണ്ട് വലിപ്പമുണ്ട്. വാരി കഴിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് അത് വേണ്ട, എനിക്ക് ഇത് വേണ്ട, എനിക്ക് അത് മതി എന്ന് പറയുന്ന കാലഘട്ടമാണ്. കുശുത്തീറ്റയെല്ലാം ഇല്ലായ്മയില്ലല്ലോ.
ഇത് കിട്ടുന്നത് എന്നല്ലേ ഒക്കും അന്ന്. വിശന്ന് വരുമ്പോൾ നമ്മൾ വാരി കഴിക്കും. അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ കൊണ്ടുപോയി പിന്നെ അമച്ചർ നാടകങ്ങളും കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് നമ്മുടെ ജോർജ് സാറ്, ഇവിടുത്തെ നമ്മുടെ കുറുപ്പ് സാറ് തൊട്ടപ്പുറത്ത് താമസിക്കുന്നു, കുറുപ്പ് സാറും എല്ലാം കൂടെ വന്ന് എന്നെ ഒരു നാടകത്തിന് വിളിക്കണമെന്ന് പറഞ്ഞപ്പം അന്നത്തെ ട്രസ്റ്റ് കൽപ്പിക്കുന്ന കാലമാണ്. നാടകത്തിനൊക്കെ ഇറങ്ങിട്ട പിഴച്ചു പോകുന്ന ട്രസ്റ്റ് കൽപ്പിക്കുന്ന കാലമാണ്. അപ്പോ അച്ഛൻ പറഞ്ഞു കൊച്ചിനെ നാടകത്തിനൊന്നും വിടത്തില്ല. പിന്നെ പള്ളിയിൽ അച്ഛനൊക്കെ വന്ന് പറഞ്ഞ് ഒരു നാടകത്തിന് വിട്ടു. അവിടെ ചെന്ന കയ്യടിയുടെ ഘോഷയാത്ര, പിറ്റേന്ന് ഒരു നാടകത്തിന് ആള് തിരക്കി വരും. ഇങ്ങനെ പിന്നെ സ്ത്രീകളെ നാടകത്തിൽ കിട്ടാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആദ്യം ഞങ്ങള് കളിക്കുമ്പോ ഇവിടുത്തെ ജോയിച്ചാന് ഞാനും, ജോയിച്ചാനാ ഒരു പെണ്ണ്, ഞാനാ ഒരു പെണ്ണ്. അത് ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നല്ലോ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കിട്ടി അങ്ങനെ ഒരു പെണ്ണ് അതും ഒരു പെണ്ണ് ഞാനും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ അമച്ചർ നാടകങ്ങൾ ഇവിടെ നമ്മൾ നാട്ടിൽ തന്നെ 2-3 പ്രാവശ്യം പിന്നെ അമച്ചർ നാടകങ്ങളും പ്രൊഫഷണൽ കൊട്ടിയം സംഘം തിയേറ്റേഴ്സിന്റെ രാമായണത്തിലെ സീത എന്ന നാടകം കളിക്കുമ്പോൾ അതിനകത്തെ മെയിൻ നായിക വേഷമാണ്. നൃത്തം അറിയാവുന്ന ഒരു പെണ്ണ് വേണമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. എൻ്റെ അച്ഛൻ കൊച്ചാണെന്നാന്ന് തോന്നുന്നു എൻ്റെ കൂടെ വന്നത്. അവിടെ ചെന്നു, ഡയലോഗെല്ലാം പഠിച്ചു. അന്ന് 2 നാടകമാണ്. ആരെയും ഞാൻ കണ്ടിട്ടില്ല. രംഗൻ, രാമു ഭയങ്കര അജാനുബാഹുക്കളാ. അതിന് പ്രൊഫഷണൽ നാടകം എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഡയലോഗ് തെറ്റാതെ അടിപൊളിയായിട്ട് ഒരു നൃത്തം ഉണ്ട്, നൃത്തം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ അടിപൊളിയായിട്ട് വിജയിച്ചു. 2ാമത്തെ സ്റ്റേജിൽ ഒരു ഡയലോഗ് തെറ്റിയതിന് മണക്കാട് ഉഷ ചേച്ചി സ്റ്റേജ് വെച്ച് എൻ്റെ കരണത്തൊരടി അടിച്ചു. അതെൻ്റെ അവാർഡാണ്. അത് 4 വർഷം കഴിഞ്ഞപ്പോൾ അതിനകത്തെ ഒരു ആർട്ടിസ്റ്റ് തന്നെ പറഞ്ഞു, ഇന്ന് കനകമെടുക്കുന്ന വേഷം മണക്കാട് ഉഷ ചേച്ചി ചെയ്യത്തില്ല. കാരണം തെറ്റ് സംഭവിച്ചു. ഗ്രീൻ റൂമിൽ പോയി മറ്റേ ഈ പാവം കലാകാരിയെ ഒന്നും അറിയാമയത്തെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. അങ്ങനെയൊക്കെ അഹങ്കാരം കാണിച്ചതാ. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. പക്ഷെ അവിടുന്ന് നല്ല വിജയത്തോടു കൂടി തുടക്കം അവിടെ തുടക്കം പ്രൊഫഷണൽ നാടകങ്ങൾ തുടങ്ങി. പിന്നെ SSLC പാസ്സായി പോകുന്നത് അടൂർ ജയ തിയേറ്റേഴ്സിന്റെ പരിസരമായ അടൂർ പങ്കജ ചേച്ചി, അടൂർ ഭവാനി ചേച്ചിയുടെ മോളെ പോലെ എന്നെ കൊണ്ട് നടന്നത്. MS തൃപ്പൂണിത്തറ, SP പിള്ള സാറ് തീരെ വയ്യാതായപ്പോഴാണ് MS തൃപ്പൂണിത്തറ പകരം ഒരു ബ്രാഹ്മണന്റെ വേഷത്തിന്. അത്രയും ഫേമസ് ആർട്ടിസ്റ്റ്. തിക്കുറിശി സാറുണ്ട് അവിടെ, ഓംചേരിയാണ് എഴുതുന്നത്, വില്യം ഡിക്രൂ സാറാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോഴൊക്കെ ആ ഡയലോഗ് പോലും ഞാൻ മറന്നിട്ടില്ല. വായു നാരായണിയായിട്ട് ചേച്ചി ഒരു പായും വെച്ച് ഇങ്ങനെ ഡ്യൂട്ടി റൂമിന്റെ, ഞാൻ ഹെഡ് നേഴ്സാണ്, അതോ യൂണിഫോമൊക്കെ ഇട്ട് നല്ലതായിട്ട്. അപ്പോൾ തിക്കുറിശി സാർ എപ്പോഴും പറയും എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കലാകാരി. അപ്പം ഞാനിങ്ങനെ ഫ്രഞ്ച് ഇങ്ങനെ വെള്ളം കളഞ്ഞിങ്ങനെ കൊണ്ടുവരുമ്പം അവിടെ കിടക്കും. ഡ്യൂട്ടി റൂമിന്റെ വാതിൽ വന്ന് കിടക്കരുത്, നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ. കുണ്ടിപുലിക്ക് പക്ഷിയുടെ ഒരു പോക്ക് കണ്ടോന്ന് ഭവാനി ചേച്ചി. അങ്ങനെ അന്ന് മുതലേ നാടകങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഡയലോഗ്സ് പോലും ഞാൻ മറന്നിട്ടില്ല. എൻ്റെ ഹൃദയത്തിലേക്ക് അതാണ്. അത് സാത്വികമാണ്, നമ്മുടെ സാത്വികമാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ ആ കലാകാരിയെ നമ്മളിലേക്ക് എടുത്ത് നമ്മൾ അതായി തീർന്നത് കൊണ്ടാണ് ആ ഡയലോഗ് നമുക്ക് ഓർക്കാൻ പറ്റുന്നത്. തുടർച്ചയായിട്ട് എത്ര വർഷം? 50 വർഷം പ്രൊഫഷണൽ നാടകങ്ങളും അമച്ചർ നാടകങ്ങളും, അതോടൊപ്പം തന്നെ ഫിലിമിന്റെ മുമ്പിലെ AY ചാനല്, പവർ വിഷൻ ചാനല്, AY ചാനലിൽ ഒരു 4-5 വർഷം, പവർ വിഷനിൽ ഒരു 4 വർഷം. പിന്നെ ആൽബംസ് ഓച്ചറ അമ്പലത്തിൽ തന്നെ 4-5 ആൽബത്തിലുണ്ട്. അപ്പൊ ഈ നാടകത്തിന്റെ തിരക്കുകൾക്കിടയിൽ സിനിമയിലൊക്കെ ഉള്ള ഒരു പ്രവേശനം എങ്ങനെയായിരുന്നു? അത് ഞാൻ എത്രയോ പേരോട് കെഞ്ചി. എന്റെ കുഞ്ഞിലെ 10-17 വയസ്സുള്ള അനാവരണം സിനിമയൊക്കെ എടുത്തപ്പോ അടുത്ത സിനിമ അവരെടുക്കുമ്പോൾ എനിക്ക് സെലക്ഷൻ തരാന്ന് പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ ദുരൂഹത ആ വാക്കിനകത്ത്, ഒറ്റയ്ക്ക് ചെന്നാൽ മതി, പന്തളത്തൊറ്റയ്ക്ക് വിടത്തില്ല. 20 വയസ്സാ പോയിന്റ് പന്തളം വരെ വിടത്തില്ല. അപ്പൊ പിന്നെ ഞാൻ കത്ത് വലിച്ചു കയറി. ഒറ്റയ്ക്ക് എന്നെ വിടത്തില്ല എന്തായാലും. കത്ത് വലിച്ചു കളഞ്ഞു. വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്നോടൊപ്പം വരാതൊന്നും അന്ന്
വിടത്തില്ല. ഇപ്പോഴല്ലേ നമ്മൾ 3 വയസ്സുള്ള കുഞ്ഞു വരെ LKG അല്ലെ പ്ലേ സ്കൂളിൽ പോകുന്നത്. ഒറ്റയ്ക്ക് വണ്ടിയിൽ കയറി സ്കൂൾ ബസ്സിന് കയറി അങ്ങ് പോവല്ലേ, അന്ന് വിടത്തില്ലല്ലോ. അപ്പൊ സിനിമയിലേക്കുള്ള പ്രവേശനം എങ്ങനെയായിരുന്നു? അത് ജയ 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 ഹേ എന്ന സിനിമയുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും സെലക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സിനിമ കിട്ടിയാൽ കൊള്ളാം, ലോക്ക്ഡൗൺ ഒക്കെ ആയിരിക്കുമല്ലേ, നാടകമില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണം. ഫേമസ് പിന്നെ സംവിധായകന്മാരോട് ഞാൻ കെഞ്ചിട്ടുണ്ട്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് സിനിമ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ ഒരു വെള്ളിത്തിരയിൽ എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എത്ര നമ്മളെ നാടകങ്ങൾ എത്ര ചെയ്താലും അതിനൊരു പരിമിതിയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണമെങ്കിൽ സിനിമ ചെയ്യണം. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കലാവേദി ബിജു, അപ്പൊ എൻ്റെ ഇളയ മകൻ മരിച്ചതിന്റെ പിറ്റേന്ന് ആ കലാവേദി ബിജു സംവിധാനം ചെയ്ത കനലാട്ടം എന്ന നാടകത്തിലെ സ്റ്റേജില് ഓണമായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞു, എന്നത്തേലുപരി എൻ്റെ ചേച്ചി ആ കഥാപാത്രം വിജയിപ്പിച്ചു തന്നു. കാരണം ദുഃഖം അഭിനയിക്കേണ്ട സമയത്ത് അങ്ങ് ഹൃദയമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഞാൻ മാഗസിൻ ചേച്ചിയെ കുറിച്ച് എഴുതുമെന്ന്. അപ്പോൾ ഈ ജയജയയിലെ സംവിധായകൻ അരുൺ സോളിനോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു അമ്മയെ വേണം. അരുൺ സോൾ അപ്പം കലാവേദി ബിജുവിനോട് പറഞ്ഞു. കലാവേദി ബിജു ഒരു 5-6 അമ്മമാരുടെ ഫോട്ടോ ഇട്ട് കൊടുത്തു. ഈ അരുൺ സോൾ ഈ തത്തമ്മ കുറിയെടുക്കുന്ന പോലെ എൻ്റെ സെലക്ട് ചെയ്തു. ദൈവം പോകുന്ന വഴി. അപ്പോൾ എൻ്റെ മാതാപിതാക്കളെയും തലയ്ക്ക് സുഖമില്ലാത്തൊരു ചേച്ചിയൊക്കെ ചികിത്സിച്ച് ഭേദമാക്കി മാതാപിതാക്കളെയും സംരക്ഷിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെയും വളർത്തി 7-8 അംഗങ്ങളെ പോറ്റിക്കൊണ്ടുവന്ന എൻ്റെ നാടകമാണ്. അപ്പൊ ദൈവം എന്തായാലും കീപ്പോട്ട് കൊണ്ടുപോയില്ല എന്നെ. അവിടുന്ന് ഒരു പടിയും കൂടെ ഉയർത്താൻ ദൈവകൽപിതമായ ജയ ജയ ഹേയിലൂടെ വിപിൻ ദാസ് എന്ന ഡയറക്ടറുടെ കുറിച്ച് പറയുമ്പോൾ അമ്മ മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാക്ഷാത് ജഗദീശ്വരൻ ആ ജയ ജയ ഹേയിലൂടെ വന്നതാണ്. അങ്ങനെയാണ് നമ്മളെ പ്രവൃത്തി നല്ല മനസ്സിന്റെ ഉടമയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കനിയും. നമ്മുടെ വേദനകൾ അങ്ങേയറ്റം പറ്റും, തളരരുത്. അപ്പൊ നമുക്കൊരു ഉയർച്ച തീർച്ചയായിട്ടും ജഗദീശ്വരൻ തരും. ഈ കഴിഞ്ഞുപോയ കാലങ്ങളിലെ അനുഭവിച്ച ഈ ദുഃഖങ്ങളും അതുപോലെ ഈ നമ്മളെ ഒരുപാട് തവണ തഴയപ്പെട്ടിട്ടുണ്ടോ, പലരും അംഗീകരിച്ചിട്ടില്ല, ഇപ്പം അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് പിന്മാറിയതൊക്കെ കാണുമല്ലോ. തീർച്ചയായിട്ടും. അപ്പം ഈ ജയ ജയ ഹേ സിനിമ വന്ന് ഇത്രയും ഹിറ്റായി, ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഇപ്പം എല്ലാവരും എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമായിരിക്കാം. എന്റെ കാര്യം 99% ആൾക്കാർക്കും കൊച്ചു കുഞ്ഞൊരു 3 വയസ്സ് മുതല് പിന്നെ 110 വയസ്സ് വരെ ഉള്ളവർക്കും ഈ സിനിമ കണ്ടവർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്റെ ജഗദീശ്വരൻ തന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു 5 പ്രാവശ്യം പോയി സിനിമ കണ്ടിട്ടും എന്തുവാ ഞാൻ പോരുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല. പിന്നെ ആളുകൾ അത്രയും മതിപ്പ് പറയുമ്പം, ഇത്രയും എല്ലാരും എന്നെ ഇൻട്രസ്റ്റോടെ സ്വീകരിക്കുമ്പം അവിടുന്ന് പിന്നെയും ഞാനിങ്ങനെ ദൈവം തന്ന അനുഗ്രഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇതാണ് അമ്മ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം ഒരുപാട് അവഗണനകളും വേദനകളും അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് കാലം കാത്തുവെച്ചൊരു എത്രയോ പേരോട് കെഞ്ചിട്ടുണ്ട്. ഒരു ഡയറക്ടറോട് ഒന്ന് പറയുമോന്ന് ആർട്ടിസ്റ്റുകളോട് വിളിച്ചു പറഞ്ഞു, പിന്നെ ഡയറക്ടേഴ്സിനോട് വിളിച്ചു പറഞ്ഞു. പുറം കൈക്ക് തട്ടിയത്, അവരുടെ വാക്കുകൾക്ക് പോലും ഒരു സ്നേഹമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഒരു കുട്ടി എന്നോട് പറയുമ്പോ, മക്കളെ ഇത് അങ്ങനെ ഒരു ഫീൽഡ് അല്ല, ഞാൻ നോക്കട്ടെ, കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് കൊണ്ടുപോകാൻ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനൊന്നും ആരെയും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ഫീൽഡ്. കാരണം ഒരിക്കലും അവഗണിച്ചിട്ടുള്ള സംവിധായകരൊക്കെ പിന്നീട് ജയ ജയ ഹേ ഇറങ്ങി ഇത്രയും നല്ലൊരു അഭിനേത്രിയാണ് അമ്മയും തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് അവസരങ്ങൾ അങ്ങനൊന്നും ആരും ഞാൻ വിളിച്ചവര് വിളിച്ചിട്ടില്ല. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുമ്പോ അവർക്ക് തോന്നും, അയ്യോ കഷ്ടമായി പോയല്ലോ, ഞങ്ങള് കൊടുത്തില്ലെങ്കിൽ എന്താ ഇങ്ങനെ ആയല്ലോ എന്നവരുടെ മനസ്സിലെ ഒരു അപകർഷതാ ബോധമുണ്ട്. ഈ ജയ ജയ ഹേക്ക് ശേഷം എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്? ജയ ജയക്ക് ശേഷം പിന്നെ കിട്ടുന്ന എനിക്ക് ജഡ്ജിയുടെ വേഷമാണ്. പാപ്പച്ചനൊളിവിലാണ്. നല്ല ചേഞ്ച് അല്ലയോ, അടുക്കളയിൽ നിന്ന് കോടതിയുടെ ജഡ്ജിയായിട്ട് നല്ല വെറൈറ്റി കഥാപാത്രം ഞാൻ ചെയ്തു വെച്ചതാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല, ഞാൻ ചെയ്തു. പിന്നെ ഇങ്ങോട്ട് 18 സിനിമ, 19ാമത്തെ ഇപ്പൊ ഒരു ദിവസം ചെയ്ത് കല്യാണം മുടക്കാൻ പോകുന്ന ഒരു സ്ത്രീയായിട്ട്. ക്രേസി ഫാമിലി, വിജയൻ കുന്നിൽ സാറിന്റെ പേര്. സാർ നേരിട്ട് എന്നെ വിളിച്ചതാ. എന്റെ പേരാണ് ആ കഥാപാത്രത്തിന് എഴുതി വെച്ചേക്കുന്നത്. അമ്മയുടെ സ്വന്തം പേര് തന്നെ, കനക ചേച്ചി. അത് വളരെ അപൂർവമാണല്ലോ. ഇപ്പൊ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് അതെന്നെ നാടകത്തിലും
കേരളപുരം കലാംഭായി ആ. എൻ്റെ കഥാപാത്രത്തിനെ കനകം എന്നിട്ട് എൻ്റെ വിസ്മയം നാടകത്തിന് അങ്ങനൊക്കെ എനിക്ക് ഭയങ്കര അവാർഡ് കിട്ടിയ നാടകങ്ങളാണ് ഓഡിയൻസിൻ്റെ. അതുപോലെ മധുരാപുരിയിലെ മന്ത്രവാദിനി, NGO, പരിത്രാണായ, എല്ലാ നാടകങ്ങളും എനിക്ക് സെൻട്രൽ ക്യാരക്ടേഴ്സാണ്. ഒരു സൈഡ് ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല. നാടകം എന്ന് എഴുതി വെക്കുന്ന ഒരു നാടക വണ്ടി ഓടി ഇങ്ങനെ വണ്ടി പോകുമ്പോഴും ദൈവമേ എന്നൊരു വിളിയാണ്. ഈ സിനിമയും നാടകവുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ നാടകം എന്നാൽ സ്റ്റേജിൽ നമ്മൾ ലൈവായിട്ട് ജീവിച്ച് നിന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. അത് അത്രയും ഓഡിയൻസിന് കാണത്തക്ക രീതിയിൽ ഡയലോഗിന്റെ വോളിയം, അഭിനയത്തിന്റെ ഇത്തിരൂടെ ഇതായിട്ട് അത്രയും പേർക്ക് കാണണ്ടേ. പക്ഷെ ഞാൻ അന്നും കാണട്ടെ, കണ്ടാൽ കണ്ടു. പക്ഷെ ഞാൻ ഇച്ചിരി ഓളിയെത്തി നമ്മൾ പറയണമെന്ന് മൈക്കൊന്നും ഇപ്പം ഇവിടെ മൈക്ക് ഇപ്പോഴത്തെ നാടകക്കാർക്കല്ല ഇരിക്കുന്നിടത്ത് മൈക്ക്, കൈ മൈക്കൊക്കെ കൊണ്ടാണ് എല്ലാവരും കയറുന്നത്. ഞങ്ങൾക്ക് ഒറ്റ മൈക്കേ ഉള്ളൂ. ആ ഒറ്റ മൈക്കിന് അകത്ത് നമുക്ക് സെൽഫി ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ എന്താ പറയുക, ആത്മഗതം, ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ അവിടെ ചെല്ലുവെന്ന് പോലും തോന്നിക്കാത്ത രീതി പോയി പറയാൻ നമുക്കറിയാം. അങ്ങനെ സിനിമയും നാടകം ഒരു 50 വർഷം കളിച്ച നാടകം. കാരണം ഒരു വർഷം ചിലപ്പം പലിശക്കെടുത്ത പൈസ കൊണ്ടായിരിക്കും ആ നാടക മുതലാളി, ചിലപ്പം നഷ്ടമാകാം. ആ നാടക മുതലാളിയെ ആ ഒരു വർഷം നമുക്ക് അന്നം തരുന്നതല്ലേ എൻ്റെ മാതാപിതാക്കൾക്ക് തുല്യമാണ്. എൻ്റെ 50 വർഷത്തെ ആ നാടക പ്രൊഡ്യൂസേഴ്സിനും ഇപ്പോഴും ഞാൻ നന്ദിയോടെ വണക്കം പറയും. അപ്പൊ ഒരിക്കലും നമ്മളെ നാടകവും സിനിമയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. സംതൃപ്തിയുടെ കാര്യത്തിൽ ഇത് നമുക്ക് കഷ്ടപ്പാട് കുറവാണ്. നമുക്ക് ഡയലോഗ്, പക്ഷെ നമ്മൾക്ക് ആ നാടകം കൊണ്ട് ഡയലോഗിന്റെ മോഡുലേഷനും അത് ബൈഹാർട്ടാക്കാനുള്ള ഒരു ഇതും സംഭവം ഓർത്താണല്ലോ അന്നും പഠിക്കുന്നത്. ഞാൻ നാടകം മൊത്തം കളിച്ചാലും തെറ്റിക്കുന്നവരുണ്ട്. ആദ്യം നാടകം പഠിക്കുന്നത് ഞാനായിരിക്കും. ആ കളരിയിൽ വെളുപ്പിന് ഇന്ന് പഠിപ്പിച്ച പോഷൻ വെളുപ്പിന് 4 മണിക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഓടിച്ചുട്ടൊന്ന് നോക്കിയിട്ട് സ്റ്റേജിൽ കയറി ഓക്കെയാ. അത് നമ്മൾ അതിനോട് നീതി പുലർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ പഠിക്കാൻ പറ്റുന്നത്. നമ്മുടെ അന്നമാണ്, ദൈവീകമാണ്, ഈശ്വര വരദാനമാണ് കല. അങ്ങനെ അത്ര ഭയഭക്തിയോടെ നമ്മൾ ആരാധിക്കുന്നതുകൊണ്ടാണ് നമുക്കത് പഠിക്കാൻ പറ്റിയത്. ഈ നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്തായിട്ട് എന്തെങ്കിലും ഒരു, അതായത് നമുക്ക് അത്രമേൽ നമ്മളെ വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ മകന്റെ മരണം കഴിഞ്ഞ അതിന്റെ പിറ്റേന്ന് പോയി സ്റ്റേജിൽ നിൽക്കുമ്പോൾ അടുത്ത അയലത്തെ വീട്ടിൽ എന്നെ അമ്മയെ പോലെ കാണുന്ന ഒരു മകൻ മരിക്കും. അത് നമ്മുടെ ചെറുമൂട് മുരളിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ചട്ടയും മുണ്ടും ഇട്ട് ത്രേസ്യാമ്മ ചേട്ടത്തി അങ്ങനെ കണ്ട ആ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഡയലോഗ് അങ്ങ് ഇറങ്ങിപ്പോകാൻ നേരം പറയുന്നതാ, എവിടുന്നോ വന്നു, എങ്ങോട്ടോ പോയി, നല്ലവരെ ദൈവം നേരത്തെ അങ്ങ് വിളിക്കും. ഇതെന്ന് ഞാനത് പറയുന്നത് അഭിനയിച്ചല്ല. അല്ല, എൻ്റെ മകൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ ഞാനത് അഭിനയിക്കുന്നത്. എൻ്റെ മകൻ മരിക്കുന്നതും എൻ്റെ മനസ്സിൽ ആ ഡയലോഗ് എപ്പോൾ പറഞ്ഞാൽ ഓർത്താൽ അത് വേദനയോടാണ്. അച്ഛൻ മരിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുക, എന്നെ കാത്ത് ശവം കിടക്കുക. അമ്മ മരിച്ചതിൻ്റെ പിറ്റേന്ന് നാടകത്തിന് പോയി. കാരണം പിരിവെല്ലാം എടുത്ത് ഒരു നാടകം, ഒരു ഉത്സവം നടക്കുമ്പോൾ അത് മുടങ്ങാൻ പാടില്ല. നമ്മുടെ അമ്മ മരിച്ചു, നമുക്ക് ദുഃഖമുണ്ട്, അല്ലെ മകൻ മരിച്ചു, ദുഃഖമുണ്ട്. ഈ 10-14 എണ്ണം അന്ന് കിട്ടുന്ന ആ അന്നത്തിന് വക ഒരു ദിവസത്തെ ശമ്പളം ഒരാഴ്ചത്തേക്കായിരിക്കും ചിലപ്പോൾ. നമ്മൾ പോകാതിരുന്നത് നടക്കത്തില്ല. ആ നാടകക്കാരുടെ മൊത്തവും നഷ്ടം, ഉത്സവപ്പറമ്പിലെ മൊത്തവും നഷ്ടം, ഇതൊക്കെ വെച്ച് പോകണം എന്നുള്ളതാണ്. ചില ആർട്ടിസ്റ്റുകൾ 10, 15, 20 ദിവസം നാടകം മുടക്കിയിട്ടുണ്ട് മകൻ മരിച്ചപ്പോൾ. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ദോഷമാണ്, ചെയ്യരുത്. നമ്മുടെ വേദന ഉള്ളിലൊതുക്കി നമ്മൾ പോകണം. അന്നും ചിരിച്ചഭിനയിക്കേണ്ടത് നമ്മൾ ചിരിച്ചഭിനയിക്കും. ആ സമയത്ത് ദൈവം അതിനുള്ള കഴിവ് തരും. സിനിമ കഴിഞ്ഞിട്ട് നമ്മുടെ ജയ ഹേ സിനിമ കഴിഞ്ഞതിന് ശേഷം മലയാള സിനിമയിൽ ആ ജയ ഹേ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ ഡയറക്ടർ മുതൽ അതിൻ്റെ ഗാരവാൻ, ഫുഡ് ഐറ്റം എന്ന് വേണ്ട, അതിനകത്തെ ഞങ്ങളുടെ ടെക്നിക്കൽ സ്റ്റാഫുകൾ, ക്യാമറാമാൻ, ലൈറ്റ്, ഇതെല്ലാം ടെക്നിക്കൽ സ്റ്റാഫുകളും, ആർട്ട്
അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ വരെ നമ്മളോട് ഭയങ്കര സ്നേഹവും ഒരു ആരാധനയോടെ ആ ടീം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയാണ് ജയ ജയ ഹേ എത്ര ഭംഗിയായിട്ട് വിജയിക്കാനുള്ളത്. ഒപ്പം വിപിൻ ദാസ് സാറിനെ കുറിച്ച് വിപിൻ ദാസ് എന്ന കാരണം കനക ചേച്ചി എന്നാ അപ്പൊ ഞാൻ അമ്മയെ സാറെന്ന് വിളിക്കാൻ സമ്മതിക്കത്തില്ല. അതെന്റെ പിള്ളേർ വിളിച്ചോളൂ, മോനെ അതെന്റെ അമ്മ വിളിച്ചോളൂ. ഞാൻ പിന്നെ കറങ്ങിയില്ലയോ, അങ്ങനെ ബിബി എന്നങ്ങ് വിളിച്ച്. അത്ര സോഷ്യൽ മൈൻഡാണ്, അത്ര ഇഷ്ടത്തോടാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. മിക്ക ഡയലോഗും പറഞ്ഞു തന്നേച്ചു പോകും. ഞാനത് പ്രസന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ അതിനകത്ത് ബേസിൽ വന്നിരുന്ന ആഹാരം കഴിക്കുമ്പോൾ എന്തൊരു സൗണ്ടാ, TV കണ്ടോണ്ടിരിക്കുമ്പോ എന്തൊരു സൗണ്ടായതെന്ന്, ഇവിടെ എപ്പോഴും ഇതേ ഉള്ളൂന്ന്. എടാ അത് പരസ്യത്തിന്റെയോ, ആ പാടാൻ ഞാൻ രാത്രിയിലാണ് ഒത്തിരി TV കാണുന്നത്, അതും സമ്മതിക്കത്തില്ലേ. നാച്ചുറലായിട്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിലുള്ള ആദ്യം അത് വിപിൻ ദാസിന്റെ ഒരു രീതിയാ. 1-2 പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പ്രസന്റ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷമായി, എന്നോട് ഭയങ്കര ഇഷ്ടമായി. പൈലറ്റിനകത്ത് അഭിനയിച്ചത് അതേപടിയാണ് എന്നെ കൊണ്ട് ഡബ് ചെയ്യിച്ചത്. വള്ളി പുള്ളി തെറ്റാതെ അങ്ങനെ തന്നെ. ചേച്ചി എന്ത് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞ അത്തങ്ങ് ചെയ്തേച്ചാ മതി. ഇപ്പൊ ഓരോ സിനിമയ്ക്ക് അതുപോലെ ചെയ്യുക. അപ്പം ഒരു കാര്യം കൂടെ ഓർമ്മ, ഇപ്പൊ നമ്മൾ ജയ ജയ ഹേ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇതിപ്പം ആ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പൊ 3 വർഷം, 4ാമത്തെ വർഷം. 2010 ശേഷം അമ്മ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യങ്ങളുള്ള സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. മറ്റു ഭാഷകളുണ്ടാവാം, ഉണ്ട്, തമിഴ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു കാലത്ത് 90കളിലൊക്കെ നമുക്ക് കവിയൂർ പൊന്നമ്മ അമ്മ, അതുപോലെ KP ലളിത ചേച്ചി, സുകുമാരി അമ്മ, ഇങ്ങനെ ഒരുപിടി നല്ല അമ്മമാര് മലയാള സിനിമ ഇങ്ങനെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മീന ചേച്ചി ഇവരൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2010 ശേഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഇപ്പൊ അമ്മമ്മ ഇതുപോലെ സ്ത്രീ കഥാപാത്രങ്ങൾ കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും? ചില കഥാകൃത്തുക്കള് അമ്മയ്ക്ക് പ്രാധാന്യം നൽകി കഥ എഴുതും. അത് ഭൂമി മാതാവ് എന്നുള്ള ചിലതിനകത്തുള്ളത് കുട്ടികളുടെ കഥകളും അതും ഇതും. പക്ഷെ അമ്മ കഥാപാത്രം ഉള്ള ഒരു സിനിമയെന്ന് പറയുമ്പം അത് ഒരു വീട്ടിലെ ഒരു നാഥ അമ്മ ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ളത് പോലെയാണ് പൂർണ്ണമാവും ആ കഥാപാത്രം. അമ്മ കഥാപാത്രം കൂടെ ഉൾക്കൊള്ളിച്ചൊരു കുടുംബം പശ്ചാത്തലത്തിൽ ഒരു കഥയെടുത്താൽ അതിനൊരു നമുക്ക് അമ്മ കഥാപാത്രം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ അമ്മ കഥാപാത്രം മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ആശാൻ പടമൊന്നും ഇറങ്ങട്ടെ, അടിപൊളി കഥാപാത്രമായി ഇത് വെച്ചേക്കുന്നത്. അതുപോലെ നമ്മുടെ മലയാള സിനിമയിലെ നായികമാരെ കുറിച്ച് ഇപ്പം ഒരുപാട്, ഇപ്പം നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഷീലാമ്മ ജയഭാരതി, അവരുടെ ഒരു നടത്തത്തിലും ചലനത്തിലും ഒരു നോട്ടത്തിലും വരെ എന്നെ നാച്ചുറൽ സംഭവങ്ങളായിരുന്നു. ഇപ്പൊ അതേപോലെ ഒരു ഫിഗർ പോലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. കുട്ടികളെ ഞാൻ തള്ളിപ്പറയുന്നതല്ല. അതുപോലെ ഒരു സിനിമ അങ്ങോട്ട് കഴിഞ്ഞൊന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ താഴെയല്ല, ഭൂമിയിലല്ല, അവിടെ അല്ല, ഇവിടെ അല്ല, ജൗളികൾ വരെ ധരിക്കുന്നത് ഒരു പരിമിതി പോലും. അതൊന്നും ഒരിക്കലും അന്നത്തെ കാലഘട്ടത്തെ ആ ജയഭാരതി, KR വിജയ, ഇങ്ങനെയൊക്കെയുള്ള ശ്രീവിദ്യ, പിന്നെ വിജയശ്രീ ഇപ്പോഴും ആ നടത്തെ ആ വനനാട് അതിനകത്തൊക്കെ ആ ഒരു നടത്ത തന്നെ. ഞാൻ ജയഭാരതിയുടെ കഥകളി കൺകഥളി ആ നടത്തമൊക്കെ അനുകരിച്ച് കാണിക്കും. എനിക്കിഷ്ടം അനുകരണം. ഒരു കലാകാരെ സംബന്ധിച്ചിടത്തോളം ചുറ്റുവട്ടത്തെ കുറിച്ചുള്ള നിരീക്ഷണം, ഒബ്സർവേഷൻ, അതാണ് ക്വാളിഫിക്കേഷൻ. അപ്പം ഈ പിന്നെ ഞാനീ പറഞ്ഞ പോലെ 90കളിലെ അമ്മ കഥാപാത്രങ്ങൾ സിനിമ കാണുമ്പോൾ ഇതിലിപ്പം ഞാൻ ഈ പറഞ്ഞ അമ്മമാരുടെ ഏതെങ്കിലും സിനിമ കാണുമ്പോൾ ഈ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എല്ലാ സിനിമ കാണുമ്പോഴും അതേപോലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ദൈവമേ എനിക്കൊരു സിനിമ കിട്ടിയിരുന്നെങ്കിൽ, മോഹമല്ല, ജീവിക്കാൻ വേണ്ടി. അതുപോലെ അമ്മയ്ക്ക് ഇനിയിപ്പോ ഒരു സ്വപ്നവേഷങ്ങൾ എന്ന് പറഞ്ഞ എന്തെങ്കിലും എനിക്ക് ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒന്നുമില്ല. ഒരു ധർമ്മക്കാരി ആയിക്കോട്ടെ, ജഡ്ജി ആയിക്കോട്ടെ, SI ആയിക്കോട്ടെ, നീതി പുലർത്താൻ പറ്റുന്ന ഏത് ക്യാരക്ടറും ചെയ്യാൻ എനിക്കിഷ്ടം. പക്ഷെ എന്തെങ്കിലും അതിനകത്ത് സംഭവം, അല്ലാതെ വെറും ഒരു ഡയലോഗ്. അത് ഞാൻ പറയും, ഇങ്ങനെയാണോ എനിക്ക് കഥാപാത്രം തരുന്നത്? ചിരിക്കും അവര്. വൈകിട്ട് ദീപാരാധന കഴിയുമ്പം എല്ലാവർക്കും ചന്ദനം കൊടുക്കുമല്ലോ തിരുമേന്, അതുപോലാണോ എനിക്ക് വേഷം തരുന്നത്? എനിക്ക് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ അങ്ങനെ ഞാൻ പറയും. പിന്നെ നല്ലത് എന്ന് കണ്ടാൽ ഈ സംഭവം ഒരെണ്ണമുണ്ട്, പ്രകമ്പനം, കുറേശ്ശേ ഉള്ളെങ്കിലും ശ്രദ്ധിക്കപ്പെടും. അത് സംഭവത്തിനകത്തിൽ ഒരു തമിഴ് ഞാൻ തന്നെ ഡബ് ചെയ്തത്.